ഹലോ പ്ലസ് മക്കളെ, നിങ്ങൾ അല്പം ടെൻഷൻ ആകുന്ന, നിങ്ങളൊന്ന് പേടിക്കുന്ന ഒരു തംബ്നെയിലാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരാൻ പോകുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ആണ്. ഒന്നല്ല, ആക്ച്വലി 2 ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, മുഴുവനായി നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം അല്ലെ ആശ്വാസം തരുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മിക്കവാറും എഡ്യൂപോഡിൻ്റെ +2 ചാനലിലായിരിക്കും. എഡ്യൂപോഡ് +2 അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ട +1 ചാനൽ ഇനി പുതിയ +1 ആയിരിക്കും. നിങ്ങളുടെ ചാനൽ ഏതാ? +2 ചാനലാണ്. അപ്പോൾ +2ൻ്റെ ക്ലാസ്സസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, മൈക്രോബിറ്റും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിലായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യെസ്, ബാക്ക് ടു ദിസ്. അപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്, അതൊരു സത്യമാണ് കേട്ടോ. അതായത് ജൂൺ 2-ാം തീയതി നിങ്ങൾ സ്കൂൾ എന്ത് ചെയ്യും, നിങ്ങൾ സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എതിർപ്പില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. മിക്കവാറും ചിലപ്പോൾ മഴൻ്റെ പ്രശ്നങ്ങളൊന്നും ജൂൺ 2-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. മക്കളെ, നിങ്ങൾ ജൂൺ 3-ാം തീയതി നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് 1 PM, അതായത് സ്കൂളിലെ മിക്കവാറും ഇൻ്റർവെൽ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് റിസൾട്ട് വരുമെന്നാണ് ഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞത്. അപ്പോൾ റിസൾട്ട് എന്തായാലും പെട്ടിയിലായിട്ടുണ്ട്, കമ്പ്യൂട്ടറിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് ടെൻഷൻ ഒരു കാര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക്. കാരണം എന്താ, നമ്മൾ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷ ചിലപ്പോൾ മാർക്ക് ഉണ്ടാവില്ല. മേ ബി സത്യമായിരിക്കും, നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ അത്ര എക്സ്പെക്റ്റേഷൻ പ്രകാരമുള്ള മാർക്ക് ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഞാൻ +1 നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള അങ്ങനെ പല കാരണങ്ങൾ കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ 2 ഹാപ്പി ന്യൂസ്. ചില ആൾക്ക് ഇയാളുടെ ഹാപ്പി ന്യൂസ് പിടിച്ചോ. ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും അതറിയില്ല. പലരും വിചാരം +1 റിസൾട്ട് വരുമ്പോൾ ഈ ജൂൺ 3-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും പേപ്പറിൽ തോറ്റുപോവുകയാണെങ്കിൽ നിങ്ങളെ +1 ഇരുത്തും. അല്ലെ, +1 ഞാൻ തോറ്റുപോയി എന്നല്ലേ. ഞാൻ ആദ്യമേ പറയാണ് മക്കളെ, നിങ്ങൾ +1 ഒരു കാരണവശാലും നിങ്ങൾ ഫെയിൽ ആകില്ല. അതെന്താ സാറേ, ഞാൻ തീരെ എഴുതിയിട്ടില്ല സാറേ, ഞാൻ 0 മാർക്കിനാണ്. നിങ്ങൾ ഫെയിൽ ആവില്ല. എടാ, +1 അതായത് ക്ലാസ് 11ൽ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഫിസിക്സിന് നിങ്ങൾക്ക് എന്തുണ്ട്, ഫിസിക്സിൻ്റെ കേസ് എടുക്കാം. ഫിസിക്സ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സ് അല്ലേ. നിങ്ങൾക്ക് +1 20 മാർക്ക് CE ആണ്, ബാക്കി 60 മാർക്കാണ് നിങ്ങൾ എഴുതുന്ന TE. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 80 എന്ന് പറഞ്ഞൊരു മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ 80 എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രമേ അതിൽ നോക്കുള്ളൂ. അപ്പോൾ പലരും പറയും സാർ ഇതിൽ പാസ്സാവാൻ 18. എടാ, അങ്ങനെ ഒരു കൺസെപ്റ്റ് എവിടെയും പറയുന്നില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് 2 വർഷം കൂടി എഴുതിയിട്ട് 36 മാർക്ക് വാങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിലെന്തില്ല, +1 മാത്രം എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് +1 ഈവൻ 0 കിട്ടിയാൽ പോലും നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങിയാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. സോ തോൽവി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതൊക്കെ എവിടെയാണ്, +2 ഉള്ളൂ. +1 തോൽവി എന്ന് പറഞ്ഞ കാര്യമില്ല. സോ ഹാപ്പി ന്യൂസ് 1. ക്ലിയർ ആയില്ലോ? +1 നിങ്ങൾ തോക്കില്ല. അത് എത്ര മാർക്കാണെങ്കിലും നിങ്ങൾ തോക്കില്ല. എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ തോൽക്കില്ല. രണ്ടാമത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഹാപ്പി ന്യൂസ്, പലർക്കും മറ്റൊരു സംശയമുണ്ട്. നിങ്ങൾ ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ വീണ്ടും +1 ഇരുത്തി എക്സാം എഴുതിക്കുന്നു. ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് +2 പഠിക്കാം. ഡോണ്ട് വറി. ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്, ചെറിയ ലോവർ ക്ലാസ്സിലൊക്കെ 8-ാം ക്ലാസ്സൊക്കെ ചിലപ്പോൾ നമ്മൾ 2 തവണ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കേസില്ല മക്കളെ. നിങ്ങളെല്ലാവരും ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കൂടെ +1 ആരൊക്കെ പഠിച്ചോ അവർ തന്നെ ആയിരിക്കും നിങ്ങളുടെ +2 ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഒഫീഷ്യലി +2 വിദ്യാർത്ഥികളായി. മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി, അതൊരു 50-50 ആയിരിക്കും കേട്ടോ. ഇതുവരെ പറഞ്ഞു ഓക്കെ, നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഈ കാര്യം അറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. +1 തോൽവിയില്ല. യെസ്. രണ്ടാമത്തെ കാര്യം ആക്ച്വലി 3-ാമത്തെ കാര്യമാണ്. അതിലൊരു 50-50 അതിലാദ്യം ഇപ്പോഴേ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല കേട്ടോ. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞ പരിപാടി എന്ത് ചെയ്തു, നിങ്ങളെ സീനിയേഴ്സിൻ്റെ കേസോടുകൂടി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല. അപ്പോൾ അതൊരു സങ്കടകരമായ കാര്യമല്ലേ സാറേ. ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ +1 അപ്പോൾ ഞങ്ങൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക, പേടിക്കേണ്ട കാര്യമില്ല. ഇത്തവണത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആക്ച്വലി എളുപ്പമായിരുന്നു കേട്ടോ. ഇത്തവണ നിങ്ങൾ +2 അതായത് ഇത്തവണത്തെ സീനിയേഴ്സ് +2 കൂടെയാണ് +1 എക്സാം എഴുതിയത്. അതിൻ്റെ കൂടെയാണ് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു? നിങ്ങൾ ഇത്തവണ ഫിസിക്സ് എക്സാം എഴുതാൻ പോയപ്പോൾ കൂടെ ആരുണ്ടായിരുന്നു? യെസ്,
2 വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ വരുന്നു. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം, പക്ഷെ അത് ഈസി ആവാനാണ് ചാൻസ്. നിങ്ങൾ പേടിക്കേണ്ട, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എളുപ്പമാണ്. അതിൻ്റെ മറ്റൊരു കാര്യം എന്താ അറിയോ, ഒരുപാട് സമയമുണ്ട് ഈ ഇംപ്രൂവ്മെൻറ്റ്. അതാണ് ഞാൻ ഹാപ്പി ന്യൂസ് ആയി പറയാൻ കാരണം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇനി എന്നാ, അങ്ങ് ദൂരെയാണ്, അങ്ങ് മാർച്ചിലാണ്. അപ്പോൾ +1 കുറിച്ച് നിങ്ങൾ ഇനി ബോധേഡ് ആവണ്ട. നിങ്ങൾ വേണം ഇനി ഗ്യാപ്പ് കിട്ടുമ്പോൾ സമയത്ത് നിങ്ങൾ പഠിച്ചോളൂ. +1 എക്സാം മാർച്ചിലാണ്. പലപ്പോഴും ജൂണിൽ റിസൾട്ട് വന്നാൽ ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേനും +1 എക്സാം ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ, ഒരു മാസം അല്ലെ 2 മാസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കേണ്ടി വരും. അതിലൂടെ +2 കൂടി കുറേ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് +2 കൂളായിട്ട് പഠിക്കാം. +1 അവസാന സമയത്തേക്കാകുമ്പോൾ നിങ്ങൾ പതുക്കെ പഠിച്ചെടുത്താൽ മതി. സമയം നമ്മുടെ മുമ്പിലുണ്ട്. സോ അതൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് കാണാം. ഡോണ്ട് വറി. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കിടിലൻ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഈ ചാനൽ തരുന്നതായിരിക്കും.